നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. നാടകീയമായ രംഗങ്ങൾക്കാണ് ഇന്ന് സംസ്ഥാനം സാക്ഷിയായത്. ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഗവർണർ കൊല്ലത്തെത്തുന്നു. പ്രതിഷേധവുമായി SFIക്കാർ. പ്രതിഷേധിച്ചവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഗവർണർ ഒരു കടയുടെ മുന്നിൽ കുത്തിയിരുന്നു. പിന്നീട് FIR കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. തിരുവനന്തപുരത്തെത്തിയ ഗവർണർക്ക് സംഭാരം നൽകാൻ തയ്യാറായി നിന്നു SFI പ്രവർത്തകർ. ഏതായാലും സംഭാരം നൽകാൻ പോലീസ് അനുവദിച്ചില്ല. അവരെ അറസ്റ്റ് ചെയ്തു നീക്കി. തുടർന്ന് വിവരങ്ങൾ കേന്ദ്രത്തെ ധരിപ്പിച്ചു. Z+ സുരക്ഷാ സംവിധാനത്തിൽ CRPFനെ ഉൾപ്പെടുത്താൻ കേന്ദ്രം തീരുമാനിക്കുകയും ചെയ്തു. ഇതോടെ പ്രശ്നങ്ങൾ പരിഹരിച്ചോ എന്നാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. SFIയും ഗവർണറും നേർക്കുനേർ വരുമ്പോൾ ജനങ്ങൾ ആർക്കൊപ്പം എന്ന ചോദ്യവും പൊതുവേദി ഉന്നയിക്കുന്നു. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ പാലക്കാട് നിന്നാണ്. പേര് പറയൂ. കണ്ണദാസൻ. ഹലോ. കണ്ണദാസൻ പറയൂ. കണ്ണദാസൻ, പാലക്കാട്. ഞാൻ വിക്ടോറിയ കോളേജിലെ ഓൾഡ് സ്റ്റുഡൻസ് ആണ് സാറേ. AK ആന്റണി സാറേ കലാലയ രാഷ്ട്രീയം നിരോധിച്ചാണ്. ഞാൻ വിക്ടോറിയ കോളേജിലെ ഓൾഡ് സ്റ്റുഡൻസ് ആണ് സാറേ. AK ആന്റണി സാറ് കലാലയ രാഷ്ട്രീയം നിരോധിച്ചാണ്. ഇപ്പൊ വിക്ടോറിയ കോളേജിന്റെ അവസ്ഥയില് പോയി സാറൊന്ന് നോക്കണം. കോടികൾ മാത്രമേ ഉള്ളൂ സാറേ വിക്ടോറിയ കോളേജിന്റെ അകത്ത്. കംപ്ലീറ്റ് വളരെ വ്യക്തമാണ് താങ്കളുടെ. ഇപ്പം മറ്റൊരു കോളർ കൂടി കാത്തു നിൽക്കുന്നുണ്ടാണ്. മുഹമ്മദ് എന്നൊരു പ്രേക്ഷകൻ മഞ്ചേരിയിൽ നിന്ന് ചേരുന്നു. ശ്രീ മുഹമ്മദ് എന്നൊരു പ്രേക്ഷകൻ മഞ്ചേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? CRPF വരുന്നതോടുകൂടി പ്രശ്നപരിഹാരമാകുമോ? നമസ്കാരം സാറേ. നമസ്കാരം. CRPF വരുന്നുണ്ട് 55 ആള്. അപ്പോ Z+ കാറ്റഗറിയാണ്. അപ്പൊ സതീശൻ പറഞ്ഞു ഇനിയിപ്പോ മറ്റേ വെടിയുള്ളാത്ത കാറും വേണ്ടി വരും എന്ന് പറഞ്ഞു. പിന്നെ സതീശൻ വേറെ പറഞ്ഞു ഗവർണറും പിന്നെ ഗവൺമെന്റും തമ്മിലൊരു ഒത്തുകളിയാണെന്നും പറഞ്ഞു. പിന്നെ ഒരാൾ പറഞ്ഞു തീക്കളിയാണെന്ന് പറഞ്ഞു. നിങ്ങളൊരു കാര്യം കേൾക്കണം പൊന്നാരി സാറേ. ഏതെങ്കിലും ഒരു ഗവർണർ വന്നിട്ട് ഇങ്ങനെ ഒരു ഒറ്റ അങ്ങാടി കൂടെ ഇറക്കുന്ന കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ മാതിരിയാണ്ട് ഇറക്കണ്. ഒരമ്മനോട് പിന്നെ തുച്ചീലം കാട്ടുന്ന കുഞ്ഞുങ്ങൾ കാട്ടുന്ന മാതിരി. എന്താണ് ഇതൊക്കെ? ഇത് അദ്ദേഹത്തിന് ചേർന്നാണല്ലോ, ബഹുമാനപ്പെട്ട ഗവർണർക്ക് ചേർന്നതാണോ? അത് വളരെ ഡീസന്റ് നല്ലൊരു പത്രത്തിലുള്ള പണിയല്ലാതെ. എന്നിട്ട് ഈ റോഡ് കുത്തിരിക്കാന്നൊക്കെ പറഞ്ഞാല് സാറേ അതൊക്കെ വളരെ കുറവല്ലേ? പിന്നെ മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട്. സൂപ്പി എന്നൊരു പ്രേക്ഷകൻ വെള്ളമുണ്ടയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സൂപ്പി എന്ത് ധരിക്കുന്നു? ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്നാണ് സൂപ്പി കരുതുന്നത്? ദാസൻ എന്നൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്ന് ചേരുന്നു. ശ്രീ ദാസൻ, CRPF വന്നാൽ സുരക്ഷ ശക്തമായാൽ പ്രതിഷേധങ്ങൾ പിന്നീട് ഉണ്ടാകില്ല എന്ന് കരുതാനാകുമോ? ഉണ്ടാവില്ല. ഇനിയിപ്പോ 2 ദിവസത്തിനുള്ള തീരുമാനം ഉണ്ടാവും. കാരണം ഇത് ഞാൻ എന്നും പറയുന്നത് സെൻട്രൽ റാപ്പിഡ് പോലീസ് ഫോഴ്സ് ഇവർ വന്നു കഴിഞ്ഞാലേ പ്രശ്നം തീരുമെന്ന് ആദ്യം പറയുന്നുണ്ട്. കാരണം ഇതിപ്പോ കേരള പോലീസിന്റെ സ്വഭാവത്തോടുകൂടി അത് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ തലവല്ല ഇയാള്. ഒരു ഗവർണറെ ഈ തരത്തിൽ അധിക്ഷേപിക്കാനും പാടില്ല. നമുക്ക് ബഹുമാനം കൊടുക്കണം. ഇത് ഈ സമരത്തിൽ നിന്ന് ഒരു 2 ദിവസങ്ങളായിട്ട് SFI പിന്മാറും. എന്നിട്ട് പറയും നാട്ടിലെ ക്രമസമാധാനം തകർന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തൽക്കാലം വേണ്ടാന്ന് വെക്കുന്നത് മാറ്റി പിന്മാറിപ്പോയ രക്ഷയുള്ളൂ. ഈ ഗവർണർക്ക് ഇവര് പരാതിപ്പെടാനുണ്ടാവും. വേറെ വിജയിക്കൂല. വളരെ വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. നദീം എന്നൊരു പ്രേക്ഷകൻ ആലപ്പുഴയിൽ നിന്ന് വിളിക്കുന്നു. ശ്രീ നദീം, ആലപ്പുഴയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ നദീം, കേൾക്കാമോ? കേൾക്കാം. നദീം, ആലപ്പുഴയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ആലപ്പുഴ വെള്ളക്കിണർ. ശ്രീ നദീമിന് എന്ത് തോന്നുന്നു? നജീബല്ല, നജീബ് എന്നാണ്. നജീബ്. അത് ശരി, ക്ഷമിക്കണം. ശ്രീ നജീബിന് എന്ത് തോന്നുന്നു? സുരക്ഷയുടെ പ്രശ്നമായിരുന്നോ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം? അല്ല, നമ്മുടെ ഇന്നൊക്കെ നമ്മൾ നികുതി പണം എടുത്തിട്ട് ഈ കിടന്ന് ഗവർണർ കാണിക്കുന്നത് വളരെ മോശം. നമ്മുടെ നാടിനെ കുറിച്ചല്ലേ, നമ്മളെ ഉൾപ്പെടെയാണ് പുള്ളി ഈ കുറ്റക്കാരനാക്കി കൊച്ചാക്കുമല്ലേ ബാക്കിയുള്ള നാട് സംസ്ഥാനങ്ങളിൽ അവതരിപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. ഇവിടെ എന്ത് ചെയ്ത്? ഇവിടെ ജനാധിപത്യമായിട്ട് അവര് കരിങ്കൊടി കാണിച്ച്. ഇതിപ്പോ മുഖ്യമന്ത്രിയെ കാണിച്ചിട്ടില്ലേ? ബാക്കിയുള്ള ഇതിനു മുമ്പുള്ള മന്ത്രിമാരെ കാണിച്ചിട്ടില്ലേ? കേന്ദ്രമന്ത്രിയെ കാണിക്കുന്നില്ല. ഇതൊന്നും വലിയ പ്രശ്നമില്ല. ഇയാൾ ആരാണെന്ന് അയാളുടെ വിചാരം?
അല്ല നമ്മൾ ഗവർണർ ഇയാൾ എന്ന് പറയരുത്. അല്ല ഞാൻ പിന്നെ വേറെ എന്ത് വിളിക്കണം? അല്ല അങ്ങനെ നമ്മൾ ഇയാൾ എന്നുള്ള പ്രയോഗങ്ങൾ നമ്മളൊരു ഗവർണർക്കെതിരെ നടത്താൻ പാടില്ല. അല്ല അദ്ദേഹം കുറിച്ച് പുള്ളി എന്തോ പറഞ്ഞ അല്ല അദ്ദേഹം എന്ത് പറഞ്ഞു എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. നമുക്കൊരു പ്രതികരണത്തിന് അതാ ചോദിച്ചു അയാൾ പറഞ്ഞതിന് ജനാധിപത്യമല്ലേ? അല്ല അത് ശരിയായ രീതിയല്ല. ഒരാൾ മോശമായി പെരുമാറുന്നു എന്നതിന്റെ അർത്ഥം നമുക്കും അങ്ങനെ ചെയ്യാം എന്നതല്ല. ഒരു പണി നമുക്കെന്നാ സാറേ എന്ന് വിളിച്ച് സംസാരിക്കാൻ അങ്ങനെ തന്നെ ചെയ്യണം. നമ്മൾ അയാൾ ഒരുപക്ഷെ അല്ല അദ്ദേഹം ഇന്ത്യൻ പ്രസിഡന്റ് അതൊക്കെ ആയിരിക്കാമെന്നേ. അതൊക്കെ ആയിരിക്കാം. ഒരു ഗവർണറെ നമ്മൾ ഇത് പൊതുവേദിയിൽ അഭിസംബോധന ചെയ്യുമ്പോൾ അത് നമ്മൾ ആ നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാകണം. നിങ്ങൾ ഗവർണറെ നോക്കി അദ്ദേഹം ശരിയല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ശരിയാകാനുള്ള ഉത്തരവാദിത്വം കൂടി കാണിക്കുമ്പോഴാണ് അത് കൂടുതൽ ശരിയാകുന്നത്. സംസ്ഥാനം എന്ത് തെറ്റ് ചെയ്ത് പുള്ളിയോട്? അല്ല സംസ്ഥാനം എന്ത് തെറ്റ് ചെയ്തൊന്നും ഞാൻ പറഞ്ഞു. അല്ല പിന്നെ അല്ല എന്താ നമ്മുടെ സംസ്ഥാനം അല്ല അത് പ്രതിഷേധം അത് സാറൊന്ന് പറഞ്ഞേ. അല്ല എനിക്ക് ഈ ഗവർണറെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ പ്രശ്നത്തിൽ ജനങ്ങൾ ആർക്കൊപ്പം എന്ന് ചോദിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു ചർച്ച നടത്തുമ്പോൾ അത് ഗവർണർ ആയാലും മുഖ്യമന്ത്രി ആയാലും ഈ പൊതുവേദിയിൽ പൊതുവേ ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അത് മുഖ്യമന്ത്രി ആയാലും ഗവർണർ ആയാലും നമ്മൾ വിമർശിക്കുക, അവർക്ക് ബഹുമാനത്തോടു കൂടി വിമർശിക്കുക. അതാണ് ജനാധിപത്യം. ആളുകളെ തെറി പറയുന്നതല്ല ജനാധിപത്യം. അല്ല പുള്ളിക്ക് ബാധകമല്ലേ ഇത്? പുള്ളിക്ക് ബാധകമാണ് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ബാധകമാണെന്നാണ് ഞാൻ പറയുന്നത്. മാധ്യമപ്രവർത്തകരല്ലേ? ഞങ്ങൾക്ക് സാധാരണ ജനങ്ങളെ കാട്ടിയും ഡയറക്റ്റ് നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്. നിങ്ങൾക്ക് ചോദിച്ചുകൂടെ? പുള്ളി കണ്ണൂരിനെ കുറിച്ച് എന്തോ പറഞ്ഞു? ഞങ്ങൾ എത്ര തവണ ചോദിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ ആദ്യത്തെ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ഞാൻ കണ്ണൂരിലുണ്ട്. ഗവർണർ പ്രോട്ടോകോൾ നിലനിൽക്കുമ്പോൾ അവിടെ കണ്ണൂർ സർവകലാശാലയിൽ ആദ്യം പ്രതിഷേധമുണ്ടായല്ലോ. ഒരു വേദിയിൽ ഇരുന്ന് അദ്ദേഹത്തിനെതിരെ പ്രതിഷേധമുണ്ടായി. അദ്ദേഹം പറഞ്ഞത് നിയമലംഘനമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഗവർണർ വന്നാൽ പിന്നെ ആർക്കും ഗവർണർ പോകുന്നവരെ വേദി വിടാൻ അധികാരമില്ല. എനിക്കെതിരെ നടന്ന ഇത്തരം പ്രശ്നങ്ങളാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ആർക്കെതിരെ കേസെടുത്തില്ല. ഞാനിപ്പോ അതിലെന്ത് പറയുന്നത്? അല്ല അത് ഈ അദ്ദേഹത്തിന്റെ കാറ് തല്ലി പൊളിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞു. ഞാൻ കണ്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല ഞാൻ പറയുന്നതല്ലല്ലോ ഗവർണർ. നിങ്ങൾ അല്ല ഞാൻ പറയുന്നത് കാറ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അല്ലെന്നേ ഇത് ഞാൻ പറയുന്നതല്ല. നിങ്ങളുടെ പോലീസ് എടുത്ത FIR കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ പോലീസ് കേരളത്തിലെ പോലീസ് എടുത്ത FIR അല്ലേ ഞങ്ങൾക്ക് ആധാരമായി എടുക്കാൻ പറ്റുള്ളൂ. ഇന്ന് ഗവർണറെ വളരെ നന്ദി. പൂജ എന്നൊരു പ്രേക്ഷക കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ പൂജയ്ക്ക് രാധാകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. ശ്രീ രാധാകൃഷ്ണന് എന്ത് തോന്നുന്നു? ഈ CRPF വരുന്നതോടെ പ്രശ്നപരിഹാരമാകുമെന്നാണ്? CRPF വരട്ടെ, നല്ല കാര്യമല്ലേ, വരട്ടെ. ഇപ്പൊ നമ്മള് ഈ ആദ്യം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ന്യൂസ് 80 എന്ന് പറയുന്ന നമ്മുടെ ചാനലിന്റെ ആളുകളോട് എനിക്കൊരു വലിയ സന്തോഷം സ്നേഹം അറിയിക്കാനുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ സാധാരണക്കാരായിട്ടുള്ള വ്യത്യസ്തമായ വാർത്തകൾ, ജനകീയമായിട്ടുള്ള ഒത്തിരി വാർത്തകൾ ന്യൂസ് 80 അവിടേക്ക് എത്തി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള സന്തോഷമുള്ള ഒരു കാര്യമാണ്. ആദ്യം ഈ ന്യൂസ് 80യുടെ ഗ്രൂപ്പിനോട് എന്റെ സ്നേഹവും അഭിനന്ദനവും അറിയിക്കുന്നു. വളരെ നന്ദി. പിന്നെ മറ്റേ ഇന്നത്തെ ഈ സംഭവത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം പിന്നെ മുഖ്യമന്ത്രിക്കെതിരെ നടന്ന ഒരു സമരത്തിൽ ഒരു പെൺകുട്ടിയുടെ തലമുടി ചവിട്ടിപ്പിടിച്ച പോലീസിനെ നമ്മൾ കണ്ടു. ഇന്ന് കണ്ട സമരത്തിൽ 4 വശവും പോലീസുകാര് ഒരു പെൺകുട്ടിയെ, ഒരു അമ്മ സ്വന്തം കുഞ്ഞിനെ ചേർത്ത് വെക്കുന്നവരെ 4 വശവും നിന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു ചിത്രവും നമ്മൾ ഇന്നത്തെ വാർത്തയെ കണ്ടു. ഇന്ന് വാർത്തയിലേക്ക് കൃത്യമായിട്ട് കണ്ടായിരുന്നു കേട്ടോ. പിണറായിക്കെതിരെ കരിങ്കോടി നടത്തിയപ്പോ പോലീസ് ഇറങ്ങി തല തല്ലിപ്പൊട്ടിച്ച സംഭവം നമ്മൾ കണ്ടു. അതേസമയം ഇന്ന് തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ നമ്മൾ കണ്ടത്, ഇത് വൈകിട്ട് കണ്ടതാണ് കേട്ടോ. ഞാൻ വൈകിട്ടത്തെ വാർത്തയെ കണ്ടപ്പോ നമ്മൾ കണ്ട ഒരു കാര്യം, പോലീസുകാർ പതുക്കെ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവരും. ഗവർണറുടെ കാറ് വരുന്നുണ്ട്. അപ്പോ ഈ സമരക്കാരെ പതുക്കെ കൈ കൊണ്ട് ഇങ്ങോട്ട് പിടിച്ച് നീക്കി നീ ഒന്ന് കാണിച്ചോ എന്നുള്ള രീതിയിൽ കുറച്ച് മുമ്പോട്ട് കയറ്റി നടത്തുന്ന ഒരു കാഴ്ച കണ്ടു. പിന്നെ ആ ഗവർണർ ഇന്ന് കുത്തിയിരിപ്പ് നടത്തിയ സമരം നടത്തിയ സ്ഥലത്ത് അവിടെ ഇതിനു മുമ്പ് ഗവർണർ വരുന്നതിന് മുമ്പ് ഈ കരിങ്കൊടിയായിട്ട് ആളുകൾ നിൽക്കുമ്പോൾ ഈ പോലീസുകാർ, വനിതാ പോലീസ് ഉൾപ്പെടെ നല്ല വെയിലുണ്ടായിരുന്നു. ഈ കരിങ്കൊടിയുടെ താഴെയാണ് വെയിൽ കൊള്ളാതിരിക്കാൻ കയറി നിന്നത്. ശരിക്കും പല സ്ഥലങ്ങളിലും ഈ ആളുകൾ വന്ന് നിൽക്കുമ്പോഴേ പിന്നെ ഇവിടെ കൊട്ടാരക്കരയ്ക്കടുത്ത് ഒരു പാവ മനുഷ്യൻ അയാളുടെ ശരീരത്തിൽ വെള്ള പൂശി നിന്നപ്പോ അയാളെ എവിടെയോ നിന്ന സമയത്ത് അയാളുടെ ഭാര്യയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്നുള്ളതാണ്. വേറെ ഒരാൾ കറുത്ത വസ്ത്രം ധരിച്ച് നടന്നു പോയ ആളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അതേസമയം ഈ കരിങ്കൊടിയായിട്ട് ആളുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. നിരന്ന് നിൽക്കുമ്പോൾ അവർക്ക് പ്രൊട്ടക്ഷൻ ആയിട്ടാണ് പോലീസ് നിൽക്കുന്നത്. പോലീസ് പിന്നെ തലതല്ലി പൊട്ടിക്കുന്ന പോലീസിനെയും പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പോലീസിനെയും നമ്മൾ കാണുന്നു.
അപ്പോ ഈ ഓരോ ദിവസവും ഈ മന്ത്രിമാര് വന്നിരുന്ന ഓരോ പ്രഖ്യാപനം നടത്തുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത്. വളരെ വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നത് കൊണ്ടാണ് ശ്രീ രാധാകൃഷ്ണൻ, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രഘു എന്നൊരു പ്രേക്ഷകൻ ചെന്നൈയിൽ നിന്ന് വിളിക്കുന്നു. ശ്രീ രഘു, ചെന്നൈയിലെ മലയാളികളൊക്കെ ഇവിടുത്തെ ഈ നാടകീയ രംഗങ്ങൾ കാണുന്നുണ്ടോ? രഘു, കേൾക്കാമോ? ഉണ്ണി എന്ന് ഒരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് ചേരുന്നു. ശ്രീ ഉണ്ണിപ്പിള്ള, ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം സാറേ. ഈ കൊല്ലത്തെ പരിപാടിക്ക് ശ്രീ ഉണ്ണിപ്പിള്ള പോയിരുന്നോ? ഇല്ല, നമ്മളെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു. പക്ഷേ അത് വളരെ മോശമായി പോയി. പ്രായമായ ഒരു വൃദ്ധനായ ഒരു വന്ധ്യവയോഗ്യനായിരുന്നു അദ്ദേഹം. എന്താ സംഭവിച്ചത് അവിടെ നിന്ന് നാട്ടുകാരൊക്കെ പറയുന്നത്? ഒന്നും പറയണ്ട സാറേ, അത് ന്യായീകരിക്കാനേ പെറ്റാറിലെ തല്ലിയാലും രണ്ടു ഭാഗം ഉണ്ടല്ലോ. ഒന്നും പറഞ്ഞു. ഏതായാലും CRPF വന്നാൽ ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണോ ശ്രീ ഉണ്ണിപ്പിള്ള കരുതുന്നത്? കുറച്ച് എല്ലാരും ചിന്തിച്ച എല്ലാവർക്കും നല്ലതല്ലേ സാറേ. പക്ഷെ അദ്ദേഹത്തിന്റെ നേരെ അദ്ദേഹം നല്ല പച്ചയായ ഒരു മനുഷ്യനാ. ഉള്ള കാര്യം സത്യസന്ധമായിട്ട് തുറന്നു പറയും. അപ്പോ അങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേ അത് നമ്മള് എല്ലാവരും നോക്കണം. എല്ലാവരും നോക്കിയാൽ എല്ലാവർക്കും നല്ലതാ. യെസ്, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ദീപു എന്നൊരു പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്രീ ദീപു, ഈ CRPF വരുന്നതോടുകൂടി ഈ സുരക്ഷാ സംവിധാനം ശക്തമാക്കിയാൽ ഈ പ്രതിഷേധം അവസാനിക്കും എന്ന് കരുതാനുണ്ടോ? അല്ല, അദ്ദേഹത്തിന് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം CRPFനെയോ അല്ലെങ്കിൽ സേനകളെയൊക്കെ ഇറക്കട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇന്ന് സംഭവിച്ചത് എന്താ? ഇന്ന് സംഭവിച്ചത് അവിടെ ഇദ്ദേഹം മാറി നിന്ന് അവര് പ്രതിഷേധിക്കുന്നു. ഇദ്ദേഹം അവിടെ കാർ നിർത്തി ഇവരോട് അടുത്ത് വരികയാണ്. പോലീസ് ഓഫീസേഴ്സ് പറയുന്നു നിങ്ങൾ അങ്ങോട്ട് പോരുത്, കയറണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹമാണ് ഇവരുടെ അടുത്തേക്ക് വരുന്നത്. ഇദ്ദേഹം എന്നിട്ട് എന്താ പറഞ്ഞത്? എന്റെ കാറിൽ ഇടിച്ചു, എന്നെ ആക്രമിച്ചു എന്നാണ് പറഞ്ഞത്. അതല്ല എന്നുള്ള ദൃശ്യങ്ങൾ നിങ്ങളുടെ അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടില്ലേ? അപ്പൊ എന്തിനാണ് ഇദ്ദേഹം ഈ കള്ളം പറയുന്നത്? ആർക്ക് വേണ്ടിയാണ് ഈ കള്ളം പറയുന്നത്? CRPFന്റെ 4-5 വേണം ഇദ്ദേഹത്തിന് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് വാങ്ങിക്കട്ടെ. ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്താ? ഇദ്ദേഹം ചാൻസലറാണ്. അത് കേരള സർക്കാർ കൊടുത്ത പദവിയാണ് ചാൻസലർ. ഗവർണറുടെ ഭരണഘടനാപരമായ ഒരു പോസ്റ്റ് അല്ല ചാൻസലർ എന്നുള്ളത്, സർക്കാർ കൊടുത്താണ്. അപ്പൊ സർക്കാർ കൊടുത്ത ആ ചാൻസലർക്ക് ഇല്ലാത്ത എല്ലാ പ്രിവിലേജും ഗവർണറിനുള്ള പ്രിവിലേജ് വെച്ചിട്ട് അത് മുഴുവൻ ഇദ്ദേഹം കൈയടക്കുകയാണ് ചെയ്യുന്നത്. ചാൻസലർക്ക് ഇല്ല ഇദ്ദേഹത്തിന്റെ ഈ രീതിയിലുള്ള ഒരു പ്രിവിലേജും അദ്ദേഹത്തിനില്ല. അങ്ങനെ അദ്ദേഹത്തിന് എന്തിനാണ് ഗവർണറുടെ പ്രിവിലേജ് ഇതിന് വാങ്ങിച്ചെടുക്കുന്നത്? അപ്പൊ ഇദ്ദേഹം കേരളത്തെ അപമാനിക്കുന്നതിനോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിച്ച് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കിക്കൊണ്ട് നുണ പറയുന്ന വ്യക്തിയാണ്. നുണ പറഞ്ഞത് നിങ്ങളല്ലേ പുറത്തുവിട്ടത്? നിങ്ങൾ എന്ന് പറഞ്ഞ മാധ്യമങ്ങൾ പുറത്തുവിട്ടതല്ലേ? ഇദ്ദേഹത്തിന്റെ കാറിൽ അവർ വന്നിട്ടില്ല, അവർ മാറി നിന്ന് സമരം വിളിക്കുകയായിരുന്നു, അവർക്കെതിരെ കേസുണ്ട്. കേരളത്തിൽ ഇങ്ങനെ നടത്തിയിട്ടുള്ള എല്ലാ സമരത്തിനും എല്ലാവർക്കും കേസുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട്, അവര് ജാമ്യം കിട്ടാതെ കിടന്നിട്ടുണ്ട്. ഇത് SFIയോ മറ്റവരോ ഇടതുപക്ഷം ചെയ്തു കഴിഞ്ഞാൽ അവരെ എന്തോ ലാളിച്ചു എന്ന് പറയില്ല. അവരൊക്കെ കോടതി കിടന്ന് കേസും കെട്ടും ഉണ്ട് അവർക്ക്. മറ്റവർക്ക് കേസെടുത്ത് കഴിഞ്ഞാൽ അവര് വേറെ ഏതോ വിശുദ്ധ പശുവോ ഇവരൊക്കെ. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇങ്ങനെയൊന്നും ഇവരെ കൊണ്ട് ആക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പ്രധാനമന്ത്രിയെ വിളിക്കൂ, പ്രസിഡന്റിനെ വിളിക്കൂ, ആരെ വിളിക്കൂ, ഇത് വിളിക്കൂ എന്ന് പറയാണ് ഇദ്ദേഹം വിളിക്കുകയാണ്. എന്തൊരു ഭീകരതയാണ് ഈ നാട്ടിൽ. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. രാഹുൽ എന്നൊരു പ്രേക്ഷകൻ എറണാകുളത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാഹുലിന് എന്ത് തോന്നുന്നു ഈ നാടകങ്ങൾ, അന്തർനാടകങ്ങൾ ഒക്കെ കാണുമ്പോൾ? ഒരു ന്യൂസാണ്. കാരണം ഇപ്പൊ കുറച്ചു കാലമായിട്ട് കണ്ടുവരുന്നതാണ് നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹവും അതുപോലെ തന്നെ ഗവർണർ രണ്ടുപേരും കാണുമ്പോൾ ഒരു ചർച്ച. പക്ഷെ ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്തിന്റെ നല്ലതിന് വേണ്ടിയിട്ട് രണ്ടുപേരും ഒരുമിച്ച് പോകണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. താങ്കളുടെ ടെലിഫോണിൽ എന്തോ പ്രശ്നമുണ്ട്. ഏതായാലും വളരെ വ്യക്തമാണ്. മുരളീധരൻ എന്നൊരു പ്രേക്ഷകൻ വയനാട്ടിൽ നിന്ന് ചേരുന്നു. ശ്രീ മുരളീധരന് എന്ത് തോന്നുന്നു ഈ പ്രശ്നത്തിൽ? ജനങ്ങൾ ആർക്കൊപ്പമാണ്? നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മനഃപൂർവ്വമുള്ള ഒരു കളിയാണ്. കാരണം അത് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ പത്രപ്രവർത്തകരോ ആരോ മുഖ്യമന്ത്രിയെ ഇത് ഓർമ്മിപ്പിച്ചപ്പോൾ അദ്ദേഹം ഒരു ചിരിച്ചാണ് അതിന്റെ മറുപടി പറഞ്ഞത്. ഇതിനു മുൻപ് തന്നെ ഇത് അദ്ദേഹം പറഞ്ഞു, കുട്ടികൾ എങ്ങോട്ടോ ഓടിയെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അതൊക്കെ അത് ഈ ചെറിയ വളം വെച്ച് കൊടുക്കുകയാണ്, തെറ്റ് ചെയ്യാനുള്ള വളം വെച്ച് കൊടുക്കുകയാണ്. ഏതെങ്കിലും രീതിയിൽ ഈ ഗവൺമെന്റിനെ പിരിച്ചു വിട്ടിട്ട് ആ സഹതാപം കൊണ്ട് വോട്ട് ചോദിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മറ്റുള്ള മന്ത്രിമാരും ഇടതുപക്ഷവും
കൽപ്പിച്ചു കൂട്ടി ചെയ്യുന്ന കാര്യം ഇത്. യെസ്, വ്യക്തമാണ്. ഏതായാലും പൊതുവേദി ഒരു ചെറിയ ഇടവേളയിലേക്ക് നീങ്ങുകയാണ്. പെട്ടെന്ന് തിരിച്ചു വരാം. ഷോർട്ട് ബ്രേക്ക്. യെസ്, ന്യൂസ് 18 പൊതുവേദി തുടരുകയാണ്. ഗവർണർ SFI പോരുമുറുകുമ്പോൾ CRPF എത്തിയാൽ പ്രശ്നങ്ങൾ എങ്ങനെയാകുമെന്നാണ് പൊതുവേദി ചർച്ച ചെയ്യുന്നത്. ജനങ്ങൾ ആർക്കൊപ്പം എന്നാണ് വിലയിരുത്തൽ. വിമൽ എന്നൊരു പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുന്നു. ശ്രീ വിമൽ തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ കിളിമാനൂരിൽ നിന്നാണ്. ശ്രീ വിമലിന് എന്ത് തോന്നുന്നു? CRPF വന്നാൽ കുറെ കൂടെ സുരക്ഷ ശക്തമാക്കിയാൽ ഈ പ്രശ്നങ്ങൾ അവസാനിക്കും എന്നാണോ കരുതേണ്ടത്? ഗവർണർ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന നിലനിർത്തേണ്ട ഒരാളാണ്. പുള്ളിക്ക് ഇതേപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുമ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിലെ പോലീസ് നോക്കി നിൽക്കുന്നത് ഒട്ടും ശരിയല്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേന്ദ്രസ്ഥാനം വരുന്നത് നല്ലതാണ്. മുഖ്യമന്ത്രി പോകുമ്പോഴത്തേക്കും കരിങ്കൊടി കാണിച്ചാൽ കുഴപ്പമില്ല, ഗവർണർ പോകുമ്പോഴത്തേക്കും കരിങ്കൊടി കാണിക്കാം, അത് ശരിയല്ല. അത് കേരളത്തിലെ ഒന്നടങ്കം ജനങ്ങൾ കരിങ്കൊടി കാണിക്കണമെങ്കിൽ ഓക്കെ. ഒരു അതായത് ഭരണപക്ഷത്തിരിക്കുന്ന പാർട്ടിക്കാർ തന്നെ കരിങ്കൊടി കാണിച്ചാൽ അത് പിന്നെ എന്താണ്, അതിലെന്തെങ്കിലും ഒരു ലോജിക്കുണ്ടോ? യെസ്, വളരെ വ്യക്തമാണ്. ജോയ് എന്നൊരു പ്രേക്ഷകൻ മുംബൈയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോയ്, മുംബൈയിലെ മലയാളികൾ ഒക്കെ ഈ കാര്യങ്ങൾ അറിയുന്നുണ്ടോ? ഇവിടെ നടക്കുന്ന രംഗങ്ങളൊക്കെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇന്ന് ഗവർണർ കാണിച്ച ഏറ്റവും നല്ലൊരു സംഗതിയാണ്. മുഖ്യമന്ത്രി പോകുമ്പോൾ കരിങ്കൊടി കാണിച്ചാൽ പോലീസ് അവരെ തല്ലി ഓടിക്കുക. ഇത് പോലീസിന്റെ അഹംപൊടിയോടുകൂടിയാണ് ഗവർണറെ കരിങ്കൊടി കാണിച്ചത്. ഗവർണർ കാണിച്ച ഏറ്റവും നല്ലൊരു സംഗതിയാണ്. മുംബൈയിലുള്ള മലയാളികളെ, ഞങ്ങളെ പോലുള്ളവരെല്ലാം ഗവർണർക്ക് സപ്പോർട്ടാണ്. കേരളത്തിലെ ഭരണം അതുപോലെ നികൃഷ്ടമായ ഒരു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്. ന്യൂസിൽ കൂടെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കുഞ്ഞിക്കണ്ണൻ എന്നൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കുഞ്ഞിക്കണ്ണൻ, ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത് കണ്ണൂർ സർവകലാശാലയിൽ നിന്നാണ്. അവിടെയാണ് ആദ്യത്തെ പ്രതിഷേധം ഉണ്ടായത്. ഏതായാലും ഇനി CRPF വരുന്നതോടുകൂടി ഈ പ്രതിഷേധമൊക്കെ അവസാനിക്കും എന്ന് കരുതാറായോ? അവസാനിക്കൂലെങ്കിലും എല്ലാറ്റിനും ഒരു പ്രതിവിധി അവർ കാണാതിരിക്കില്ല. എന്തായാലും ഇവരെ ഈ അഴിമതി നടന്ന ഭരണവും ആണ് ഇതിനൊക്കെ കാരണം. അവരെ ഭരണമില്ലത് കൊണ്ടാണ് ഈ SFIക്കാർ ഇങ്ങനത്തെ തരം കളിക്കാൻ പോകുന്നത്, വേറൊന്നുമല്ല. യെസ്, അലൻ എന്നൊരു പ്രേക്ഷകൻ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ അലന് എന്ത് തോന്നുന്നു? ജനങ്ങൾ ആർക്കൊപ്പമാണ് അലൻ? ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞങ്ങളെല്ലാവരും ഗവർണർ സ്റ്റാൻഡ്, ഞങ്ങൾ വി സ്റ്റാൻഡ് വിത്ത് ഗവർണർ. ബിക്കോസ് നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്സിൽ ആരും മുഖ്യമന്ത്രിക്കെതിരെ നിൽക്കുന്നില്ല. ഈ SFI പോലുള്ള സ്റ്റുഡന്റ് പൊളിറ്റിക്സ് ഒക്കെ ഇവിടുന്ന് ബാൻ ചെയ്യേണ്ട സമയമായി. ഇവന്മാർ ഇതെല്ലാം അവിടെ LDFന്റെ ഒരു സ്പൂൺ ഫീഡേഴ്സ് പോലെ LDF എന്ത് കൊടുക്കുന്ന ഇവന്മാർ അത് അതേപോലെ അങ്ങോട്ട് ഒരു അപ്ലൈ ചെയ്യണം. ഞാനൊരു DFIക്കാരനാണ്, എനിക്കറിയാം ഇവന്മാരുടെ ഒക്കെ സീക്രട്ട് അജണ്ടയൊക്കെ നമുക്കറിയാം. ഞങ്ങൾ ഇതിനെതിരെ ഞങ്ങൾ ഇത് ചെയ്യാറില്ല. കാരണം ഗവർണറാണ് ഇവിടെ ഇവിടെ ഒരു പ്രതികരിക്കുന്ന ഗവർണർ മാത്രമേ ഉള്ളൂ. ഈ ഗവർണർക്കെതിരെ ഇപ്പോൾ ജനങ്ങളെയും ഈ പൊളിറ്റിക്സ് എല്ലാം ഒരു മാക്സിമം ഗവർണർക്കെതിരെ ആക്കുകയാണ്. അങ്ങനെ BJPക്കെതിരെ ആക്കുക. പുള്ളിക്കാരൻ മാത്രം ഇത്ര കൃത്യമായിട്ട് ഇവിടെ ഡിഫെൻഡ് ചെയ്യുന്നത്. പുള്ളിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇവരുടെ ഈ പ്ലേസ്മെന്റ് ഈ LDFന്റെ അഴിമതി പുള്ളിക്കാരൻ തുറന്നു കാണിക്കുന്നു. വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നുണ്ട്. വളരെ നന്ദി ശ്രീ അലൻ, ആലപ്പുഴയിൽ നിന്ന് വിളിക്കുക അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. അനിൽ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. അനിൽ, കണ്ണൂരിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂർ ചെറുപുഴയിൽ നിന്ന്. നിങ്ങൾ ആർക്കോ എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവുള്ള SFIക്ക് ഒപ്പം മാത്രമാണ്. കാരണം സംഘപരിവാരങ്ങൾ ഇച്ചിരി നിന്നിട്ട് കേരളത്തിൽ വന്ന് അഭ്യാസം നോക്കുന്ന ഗവർണർക്കൊപ്പം നിൽക്കാൻ നമുക്ക് സാധിക്കില്ല. SFIക്ക് രാഷ്ട്രീയമാണ് പറയുന്നത്. കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് അവർ നേരിടുന്നത്. ജനാധിപത്യ സമരത്തെ പോലും അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഗവർണർക്കൊപ്പം നിൽക്കാൻ ഒരു കാരണവശാലും ജനാധിപത്യ ബോധമുള്ളവർക്ക് കഴിയില്ല. അതുകൊണ്ട് SFIക്ക് ഒപ്പം മാത്രമാണ്. യെസ്, വ്യക്തമാണ്. ശ്രീ അനിൽ ചെറുപുഴയിൽ നിന്ന് ആണ് വിളിച്ചത്. രാജൻ എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ രാജൻ, ഈ സംഘർഷം ഇനി അവസാനിക്കുമെന്ന് കരുതാറായോ CRPF ഒക്കെ വരുന്നതോടുകൂടി? സാറേ, CRPFനെ കൊണ്ടുവരുന്നത് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് കൊണ്ടുവരുന്നത് വളരെ നല്ല കാര്യം. കാരണം ചെലവ് കൊടുക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ്. അതുപോലെ ഗവർണറുടെ ചെലവൂടെ കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം ഈ 13 കോടിയാണ് ഇപ്പൊ കൊടുക്കുന്നത്. 65 സ്റ്റാഫ്, 6 ഡ്രൈവർമാര്, പിന്നെ ഈ കിളിയെ ഓടിക്കാനും പുതുതായിട്ട് ഗസ്റ്റിനെ സ്വീകരിക്കാനും കൂടെ 2.5 കോടി രൂപ കൂടെ വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ 15 കോടി രൂപ ഇപ്പൊ എല്ലാ മാസം കൊടുക്കുന്നത്. അപ്പൊ അതുകൂടെ സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഇങ്ങനെ 15 പാർട്ടി മാറി എങ്ങൊന്നും സ്ഥാനം കിട്ടാതെ ഒരു സ്ഥാനമാനങ്ങളൊന്നും കിട്ടാതെ അവസാനം കേരള ഗവർണറായിട്ട് വന്നിട്ട് കാണിക്കുന്ന തോന്നിയാസങ്ങള്. ഇയാള് വളരെ നല്ലവന് നീതിമാനുമാണെന്ന് ഒരാൾ പറഞ്ഞു കേട്ടു. 4 BJPക്കാരെയാണ് സർവകലാശാലയിൽ നിയമിച്ചത് സിൻഡിക്കേറ്റിലേക്ക്.
ഒരു യോഗ്യതയില്ലാത്ത BJP-ക്കാരെ ഇയാളാണ് മാന്യൻ. വ്യക്തമാണ് താങ്കൾ. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. ജോയ് എന്നൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജോയ്, കണ്ണൂരിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂർ ടൗണിൽ നിന്നാണ് വിളിക്കുന്നത്. കാൾ ടാക്സ് അല്ലേ? അതെ, കാൾ ടാക്സ്. ആ, ശ്രീ ജോയ്ക്ക് എന്ത് തോന്നുന്നു ഈ ഇതൊക്കെ കണ്ടിട്ട്, ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ട്? ജോയ് ആർക്കൊപ്പമാണ്? ഞാൻ ഗവർണർക്കൊപ്പമാണ്. കാരണം ഗവർണർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ഭരണഘടനയാണ്. അതായത് രാഷ്ട്രപതിയുടെ നോമിനിയാണ് ഗവർണർ. ഈ ഗവർണറെ വഴി തടയുന്ന പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയെ തടയുന്നു, ഇന്ത്യയെ തടയുന്നു. അത് ശരിയാണോ? അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ ഗവർണർക്കൊപ്പമാണ്. യെസ്, വളരെ വ്യക്തമാണ്. ജയകുമാർ എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജയകുമാറിന്റെ വീട്ടിന് അടുത്തതാണോ ഈ പ്രശ്നങ്ങളൊക്കെ നടന്നത്? ഞങ്ങൾ കൊല്ലം ടൗണിലാണ് സാറേ. ഇത് കൊട്ടാരക്കരയിലേക്ക് പോകുന്ന വഴി നിലമേൽ അല്ലേ? അവിടുന്ന് എന്താണ് ആളുകളൊക്കെ പറയുന്നത്? എന്താണ് അവിടെ സംഭവിച്ചത്? ആർക്കൊപ്പമാണ് അവിടെയൊക്കെയുള്ള ആളുകൾ? അത് ഇവിടുത്തെ ജനങ്ങള് ഗവർണർക്കൊപ്പമാണ്. കാര്യം ഇതൊക്കെ ഒരു നീതിയാണോ? കാര്യം ഇതൊരു നീതിയല്ല, ജനാധിപത്യ രാഷ്ട്രമല്ലേ ഇത് നമ്മുടെ. കാര്യം ഒരു ഭരിക്കുന്ന പാർട്ടി ഇങ്ങനെ കാണിക്കുമ്പോൾ ജനങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇതൊരു നീതിയാണ്. ഒരു സംസ്ഥാനത്തിന്റെ ഏറ്റവും ഉയർന്ന ഒരു പദവി ഇരിക്കുന്ന ഗവർണറെ ഇങ്ങനെ വിളിക്കുക, ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കരിങ്കൊടി കാണിക്കുക. അക്കണക്കിന് മുഖ്യമന്ത്രി എത്ര പ്രാവശ്യം കരിങ്കൊടി കാണിച്ചിട്ടുണ്ട്? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. അപ്പൊ ഇതൊന്നും ഈ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചാലൊന്നും ഇതൊന്നും ഒരു പ്രശ്നവുമില്ല, എന്തും കാണിക്കാം. അപ്പോ ഒരു സംസ്ഥാനത്തിന്റെ ഒരു ഭരണാധികാരി നടന്നു പോകുമ്പോ എപ്പോഴും ഗവർണറെ ഇങ്ങനെ കരിങ്കൊടി കാണിക്കുക, അദ്ദേഹത്തിന്റെ കാറിലോട്ട് ചെന്ന് മുട്ടുക, ഇതൊക്കെ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിക്ക് ചേർന്നാണോ? വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വാസുദേവൻ എവിടുന്നാണ് വിളിക്കുന്നത്? പൊൻകുന്നം. ആ, ശ്രീ വാസുദേവൻ, ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്ത് തോന്നി ശ്രീ വാസുദേവൻ താങ്കൾക്ക്? ലണ്ടനിലുള്ള ഒരു ഗവർണർ കേരളത്തിൽ വന്നു എന്നുള്ള ഒരു ആത്മവിശ്വാസം ഒന്ന്. രണ്ടാമത്, ഞങ്ങൾക്ക് ഇവിടെ പൊന്നൂർക്ക് നമ്മുടെ മുഖ്യമന്ത്രി വന്നായിരുന്നു. 8 കിലോമീറ്റർ ചുറ്റളവ് എല്ലാ ജംഗ്ഷനിലും SIയും പോലീസുകാരെയൊക്കെ വിന്യസിച്ച് പേടിച്ചു കൂടിയായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി. ഇദ്ദേഹം പോകുന്ന വഴി, ഈ ഗവർണർ പോകുന്ന വഴി ഒരു ശല്യമില്ല. ജനങ്ങൾക്കുടെ കൂട്ടത്തിൽ പോകുമ്പോൾ അവിടെ കൊണ്ട് കരികൊടി കാണിക്കുന്ന ഇവനെയൊക്കെ വെടിവെച്ച് പോലെ കാലം കഴിയുന്ന അങ്ങനത്തെ പ്രയോഗങ്ങൾ നമ്മൾ പൊതുവേദിയിൽ ഉന്നയിക്കരുത്. ഏതായാലും അത് ശരിയല്ല. നമ്മൾ എല്ലാവരോടും ഒരു സഹിഷ്ണുതാപരമായ ഒരു നിലപാട് സ്വീകരിക്കാം. ഏതായാലും ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും ചർച്ചയ്ക്ക് വെച്ചിരുന്നു. യൂട്യൂബിൽ ഈ CRPF സുരക്ഷ ഒരുക്കിയാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ എന്നാണ് ചോദ്യം ഉന്നയിച്ചത്. പരിഹാരമാകില്ല എന്ന് 74% ആളുകൾ അവിടെ അഭിപ്രായപ്പെടുന്നു. അതേസമയം 26% ആളുകൾ പ്രശ്നം ഒരു വിധത്തിൽ പരിഹരിക്കാൻ കനത്ത സുരക്ഷയ്ക്ക് കഴിയും എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.